എന്തായാലും പ്രസവം അവര് നോക്കി. എന്തായാലും 1.5 ലക്ഷം നിനക്ക് അതിൽ ലാഭമായില്ലേ. ഇപ്പൊ അവര് 90-ന് വിളിച്ചിട്ട് പോണെന്നാ പറഞ്ഞത്. 5-8 മാസം ഒന്നും ഇരുത്തുന്നില്ല അത്രേ. അപ്പൊ അതിന്റെ കാര്യങ്ങൾ എന്താ വെച്ചാ ചെയ്യണ്ടേ? അവരെപ്പോഴും വിളിച്ചു കൊണ്ടുപോട്ടമ്മേ. ഇതിപ്പോ ഇനി എന്ത് ചെയ്യാനാ? ആദ്യത്തൊന്നും അല്ലാലോ. ആദ്യത്തെ എല്ലാം വന്നിട്ട് കൊടുക്കേണ്ട നമ്മൾ കൊടുക്കുക വേണ്ടടാ. നീ എവിടെങ്കിലും വിളിച്ചിട്ടേ ഫർണിച്ചർക്കൊക്കെ ഓർഡർ കൊടുക്ക്. എന്താ ഇത് ഇത്ര നേരം പറയുന്നൊന്നും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ കയ്യിൽ പൈസ ഇല്ല അമ്മേ. അല്ലെങ്കിൽ ആദ്യത്തെ പ്രസവത്തിന് ഈ കട്ടിലും അലമാരും ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ മറ്റോ ഒരു ലോഡ് സാധനം കൊടുത്തു വെച്ചില്ലേ. എത്ര പൈസയാണെന്നറിയോ? എൻ്റെ എത്ര മാസത്തെ ശമ്പളമാണെന്ന് അറിയാമേ. അല്ലെങ്കിൽ അവളുടെ വീട്ടിലിപ്പോ വലിയ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ അവര് വാങ്ങിക്കോട്ടെ. അതും ഇവിടെ തന്നെ കിട്ടിക്കൊണ്ട് വേണോ? നടക്കില്ലമ്മേ. ഇനിയിപ്പോ അവൾക്ക് 2, 3, 4, 5 കുട്ടികൾ വേണമെങ്കിലോ ഈ ഓരോ പ്രസവത്തിനും സാധനം കൊണ്ട് കൊടുക്കാനാ? കഴിയില്ലമ്മേ. പോകുന്ന സമയത്ത് കുറച്ചാൾക്ക് ഭക്ഷണം കൊടുക്കുക, അത് മാത്രം എന്നെ കൊണ്ട് പറ്റൂ. എടാ മോനെ, ഈ കൊടുത്തൊന്നും എവിടെയും പോയില്ലടാ. എല്ലാം നിനക്ക് തന്നെ തിരിച്ചു കിട്ടും. കിട്ടും അമ്മ എന്നെ കൊണ്ട് പറയപ്പിക്കല്ലേ. ഈ ഇങ്ങനെ കിട്ടും കിട്ടും പറഞ്ഞിട്ടാണ് നാട് മുഴുവൻ എന്നെ കൊണ്ട് അമ്മ കവർ കൊടുപ്പിച്ചത്. എന്നിട്ട് എന്റെ കല്യാണത്തിന് എത്ര തിരിച്ചു കിട്ടിയമ്മേ? അതും കൊറോണ സമയത്ത് കൊടുത്ത എന്റെ 1/4 ഭാഗമെങ്കിലും കിട്ടിയോ? ഇനിയുള്ള കാലത്ത് അങ്ങനെ തന്നെ ആർക്കും അങ്ങോട്ട് കൊണ്ടു പോകുന്ന സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കൊടുക്കലും വാങ്ങലൊന്നും ഇനി വേണ്ട. എന്തായാലും നിന്നോട് പറഞ്ഞ ജയിക്കാന്നും എനിക്കാവില്ല മോനെ. നീ ആദ്യത്തെ പോലെയല്ല, എല്ലാം മാറിയിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും ചെക്കന് തലയ്ക്ക് കയറുന്നില്ലല്ലോ. നിന്റെ മോന്റെ പരിപാടിക്ക് അവൾ അരപ്പവൻ തന്നതല്ലേ, അത് തിരിച്ചു കൊടുക്കുന്ന. അമ്മ 4 വർഷം മുമ്പ് കുഞ്ഞിന്റെ നൂല് കെട്ടുള്ള സമയത്ത് അവൾ അരപ്പവൻ തന്നു പറഞ്ഞ ആ സമയത്ത് പവന് വെറും 50,000 താഴെയായിരുന്നമ്മേ. ഇപ്പൊ 1,15,000 മുകളിൽ കടന്നു. ഈ സമയത്ത് അരപ്പവൻ കൊടുക്കണം പറഞ്ഞാൽ എത്ര പൈസയാണെന്നറിയോ? ഞാനും ഒരുപാട് നടത്തിയിട്ടുണ്ടമ്മേ. അതിനൊന്നും അമ്മയ്ക്ക് കണക്കില്ലാലോ. എന്നാലും അരപ്പവന് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലേ. എന്നെ കൊണ്ട് പറ്റിയത് എന്തെങ്കിലും ചെയ്യാം, അത്രേ ഉള്ളൂ. നന്നായിടെ മോനെ, നീ നല്ല മാറിയിട്ടുണ്ട്. മാറിയതല്ല, അവള് മാറ്റിയതാ. എന്തായാലും ഇതുപോലത്തെ ഒരു സാധനമാണെന്ന് അറിഞ്ഞില്ലല്ലോ. ആമേ, അവള് മാറ്റിയത് തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ ഇനി വലിയ കടക്കാരനായിട്ടുണ്ടാവും. അത് തീർക്കേ അവള് തരാൻ സ്വർണ്ണമില്ല. ഇനിയിപ്പോ അവളുടെ വീട് വിറ്റിട്ട് തരേണ്ടി വരും. ഒരു ആവശ്യത്തിന് ഒരു പൊട്ടി വള തരാൻ പറഞ്ഞപ്പോ ഇല്ല പറഞ്ഞിട്ട് ഓടിയ ആളാണ്. ഇനിയിപ്പോ അവളെയും കുറ്റം പറഞ്ഞിരുന്നോ? അല്ലെങ്കിൽ അങ്ങനെയല്ലേ അവസാനം സംഭവിക്കൂ.